രസകരമായിട്ടുള്ള സംഭവങ്ങൾ മണിയമ്പിള്ള രാജ് പറഞ്ഞു. കിരീടവുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത്, എൻ്റെ വീടിന്റെ അടുത്ത് ഉള്ള ഒരു കടയിലാണ് നൈറ്റില് സേതുമാധവൻ ഉറങ്ങിക്കിടക്കുന്നത്. തിലകൻ ചേട്ടൻ വന്ന് ടോർച്ച് അടിച്ച് നോക്കുന്നത്. അതേപോലുള്ള ആ സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ പോലെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. ക്യാമറാമാൻ കുമാറിന്റെ അതിവിദഗ്ധമായ ക്യാമറ വർക്ക്, ക്യാമറ ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാലിന്റെയും തിലകൻ ചേട്ടന്റെയും മുഖത്ത് മിന്നി മറയുന്ന വികാരങ്ങൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അത്ഭുതത്തോടെ, ആവേശത്തോടെ ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. ആ മാർക്കറ്റ് ഫൈറ്റ് എന്നൊക്കെ പറയുന്ന ആ സമയത്തുള്ള ഗ്ലിസറിനിടാതെ തിലകൻ ചേട്ടനും മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്നത് കണ്ട് കോരിത്തരിച്ചിട്ടുണ്ട്. സിനിമയെ എങ്ങനെ സമീപിക്കണം എന്ന് മോഹൻലാലിൽ നിന്നും ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞ ചില നിമിഷങ്ങളാണ് കിരീടത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായത്. അതൊരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം എത്ര പെട്ടെന്നാണ് ആ മുഖത്തെ വികാരങ്ങൾ മിന്നി മറയുന്നത്. നമ്മുടെ കൂടെ അഭിനയിക്കുമ്പോൾ, സുരേഷിന്റെ കൂടെയും മജീദിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ജോബിയിലായിട്ട് അഭിനയിക്കുന്ന സേതുമാധവൻ, സൈക്കിൾ പിടിച്ച് എന്നെ താഴെ തള്ളിയിടുന്ന സേതുമാധവൻ, സിറ്റുവേഷൻ അനുസരിച്ച് ആ മുഖത്ത് മാറുന്ന ഓരോ വികാരങ്ങളും, സേതുമാധവന്റെ മുഖത്ത് മിന്നി മറയുന്ന ഓരോ വികാരവും. ആദ്യത്തെ സീനില് സബ് ഇൻസ്പെക്ടറായിട്ട് വരുന്ന ആ അച്ഛന്റെ സ്വപ്നം, ആ സ്വപ്നം തകരുന്ന ആ സീനൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ ഇമോഷണൽ ആയിട്ട്, ഇന്ന് കണ്ടായിരുന്നാലും ആർക്കും വളരെ ഇമോഷണൽ ആയിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ലോഹിതദാസ് എന്ന ആ വലിയ എഴുത്തുകാരന്റെ മനസ്സിൽ ഒരു സാധാരണക്കാരൻ സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന സേതുമാധവൻ നാളെ മകൻ സബ് ഇൻസ്പെക്ടർ ആവും, പോലീസ് ഫോഴ്സിൽ എന്നെക്കാളും ഉയർന്ന ഉദ്യോഗസ്ഥനായി മാറുന്ന സ്വപ്നം കാണുന്ന അച്യുതൻ നായരുടെ ആ സ്വപ്നം തകർന്നടിയുന്നത് കാണുമ്പോൾ ഏത് പ്രേക്ഷകന്റെയും മനസ്സറി ഒരു നൊമ്പരമായി തന്നെ ഉണ്ടാവും. അത് ഒരു സാധാരണക്കാരന്റെ ആക്ഷൻ ചിത്രമാണ്. അത് ട്രൂ ടു ലൈഫ് ആക്ഷൻ പിക്ചറാണ്. അതിലെ ഓരോ രംഗവും എവിടെയും നടക്കാവുന്ന കാര്യങ്ങളാണ്. അതൊരു കലാസൃഷ്ടി എന്ന നിലയിൽ മാത്രം അല്പം എക്സാജറേഷൻ ഉണ്ടായിരിക്കാം. ബാക്കി എല്ലാം ട്രൂ ടു ലൈഫ് ഫിലിമാണ് കിരീടം.